ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി സംസ്ഥാന വാഹന ഗതാഗത വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജനകീയ സദസ്സിന്റെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലതല യോഗം MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയും സംസ്ഥാനാവിഷ്കൃത പദ്ധതിയും ചേർത്ത് 8 മീറ്റർ വീതിയിൽ രൂപപ്പെട്ട ഗ്രാമീണ റോഡുകൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ടുണ്ട്. ആ ഗ്രാമീണ റോഡുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യം എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിലേക്ക് വാഹന ഗതാഗതം രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. വലിയ ബസ്സുകൾക്ക് മാത്രമാണ് നേരത്തെ പെർമിറ്റ് നൽകിയിരുന്നത്. ജനകീയമായി ഇത്തരം സഭകളിൽ ഉയർന്നു വരുന്ന നിർദ്ദേശവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനവുമെല്ലാം ചേർത്ത് ഈ ചെറിയ വഴികളിലൂടെ സഞ്ചരിച്ച് വലിയ വഴികളിലേക്ക് എത്തിച്ചേരാൻ കഴിയത്തക്ക രീതിയിലുള്ള ബസ് റൂട്ട് അത് രൂപീകരിക്കുന്നതിൻ്റെ ഒരു പ്രാഥമിക ചർച്ച എന്ന നിലയ്ക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിട്ടുള്ളത്. പലരും പല നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ജനസഭ അതിൻ്റെ ഒരു പ്രാരംഭ ഡിസ്കഷനായും പ്രാരംഭ ആലോചനാ യോഗമായും എടുത്ത് ഇതിൽ നിന്ന് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു ദിവസത്തിനകം ലഭിക്കുന്ന പൊതുവായ നിർദ്ദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു ആലോചന കൂടി നടത്തി വേണം നമുക്ക് അതിൻ്റെ പ്രപ്പോസൽ ഫൈനൽ ചെയ്യും. അപ്പോൾ പുതിയ പ്രപ്പോസലുകൾ നൽകുമ്പോൾ നിലവിലുള്ള നമ്മുടെ RTO മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഏതെല്ലാം രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുകയും ഒപ്പം തന്നെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വഴികളിലൂടെ വാഹനം ഓടിക്കുവാൻ ബസ് ഉടമകൾ ഉൾപ്പെടെയുള്ള വാഹന ഉടമകൾ സന്നദ്ധരാകുക എന്നതുകൂടി ചേർന്നതാണ്. തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനകീയ സദസ്സ് പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ പൊതുഗതാഗതം മെച്ചപ്പെടുത്താൻ ഗ്രാമീണ പ്രദേശത്ത് കൂടി ബസ് റൂട്ടുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് പൊതുഗതാഗതം മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ജനകീയ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. നേരത്തെ MLA സൂചിപ്പിച്ച പോലെ നമ്മുടെ ഗ്രാമപ്രദേശത്ത് പഞ്ചായത്ത് റോഡുകളും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ റോഡുകളും വലിയ തോതിലുള്ള ബസ് ഗതാഗതമില്ല. പക്ഷെ ഉൾപ്രദേശത്ത് ചെറിയ തോതിലുള്ള ബസ് ഗതാഗതമുണ്ട്. അപ്പോൾ വീതി കുറഞ്ഞ പ്രദേശത്തേക്ക് വീതി കുറഞ്ഞ ബസ് അങ്ങനെയാണ് മുമ്പൊക്കെ തന്നെ പല പ്രദേശത്തേക്കും ഉണ്ടായിരുന്നത്. പല പ്രദേശത്തും ഉണ്ടായിരുന്ന ബസ് ഗതാഗതം ഇപ്പോൾ നിർത്തലാക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വരുമാനം കുറഞ്ഞ ആളുകൾ പോലും മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പൊതുഗതാഗതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തുന്നതിനായി വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നതായും ഗ്രാമീണ റോഡുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യം സഞ്ചരിക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തി ആയതിന് ജനകീയമായി നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതായി MLA അറിയിച്ചു.
പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്ന നിരവധി പദ്ധതികൾക്കാണ് വാഹന ഗതാഗത വകുപ്പ് രൂപം നൽകി വരുന്നതെന്ന് സ്വാഗതം ആശംസിച്ച വടക്കാഞ്ചേരി ജോയിന്റ് RTO അഫ്സൽ അലി പറഞ്ഞു. പൊതുവാഹന ഗതാഗത രംഗത്ത് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്താനുതകുന്ന ഇത്തരം ജനകീയ സദസ്സുകൾ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ തുടരണമെന്നും ഇന്നത്തെ പ്രാഥമിക യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇത് സംബന്ധിച്ച കൂടുതൽ പ്രപ്പോസലുകൾ നവംബർ 30-നകം വടക്കാഞ്ചേരി ജോയിന്റ് RTOവിന് നൽകേണ്ടതാണെന്ന് MLA നിർദ്ദേശിച്ചു. കൂടാതെ യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളിൽ തങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാവുന്ന ബസ് റൂട്ടുകൾ സംബന്ധിച്ച പ്രപ്പോസലുകൾ മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ തയ്യാറാക്കി നൽകുന്നതിന് ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികളോട് MLA നിർദ്ദേശിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ, അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി ടീച്ചർ, അവണൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AN രാധാകൃഷ്ണൻ, കോലഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MD വികാസ് രാജ്, പൊതുപ്രവർത്തകരായ VV നൌഷാദ്, ജോൺസൺ പോണല്ലൂർ, ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികളായ തമ്പി കാർമൽ, PV രാജു തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ VI ഷാനവാസ് യോഗത്തിന് നന്ദി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.